എനിക്കത് പറയാൻ പറ്റില്ല ബിക്കോസ് പബ്ലിഷ് ആയല്ലേ. ഇത് പബ്ലിഷ് ചെയ്തതിന് മുമ്പ് ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ പോയിന്റാണ് ഞാൻ പറഞ്ഞത്. പബ്ലിഷ് ചെയ്തതിന് മുമ്പ് ആ പാർട്ടിസിപ്പൻസ് നമ്മളെല്ലാം ആ ഹിയറിംഗ് പോകുന്ന ആൾക്കാരല്ലേ, നമ്മൾ പറഞ്ഞത് അതിൽ വന്നിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും കോൺട്രഡിക്റ്റ് ചെയ്യണമെങ്കിൽ ദെൻ മുമ്പോട്ട് പോകണം. അത് വരാതെ ഇരിക്കാനാണ് ഞാൻ പെറ്റിഷൻ. ബിക്കോസ് നമ്മളെല്ലാവരും ബിക്കോസ് ഈ കമ്മിറ്റി തന്നെ വന്ന് അവർ അത്രയ്ക്ക് സ്ട്രഗിൾ ചെയ്താണ് ഈ കമ്മിറ്റി വന്നത്. അവരോട് സജഷനിലാണ് ഞാനും പോയത്. ബിക്കോസ് ഐ പാർട്ടിസിപ്പേറ്റഡ് ആസ് വൺ ഓഫ് ദം എന്ന് പറയുന്നത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. WCC ഇപ്പോഴും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അവർ ഇത്രയ്ക്ക് വോയിസ് ചെയ്തില്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഹേമ കമ്മിറ്റി പ്ലസ് ഈ റിപ്പോർട്ട് പുറത്ത് വരാൻ ചാൻസ് ഇല്ല, റൈറ്റ്? സോ ഇറ്റ്സ് എ റീഡ്രസൽ ഫോർ ദ എൻറ്റയർ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി. സോ ഞാൻ അവിടെ ചെന്നത് ആസ് രഞ്ജനി, ആസ് എ ഇൻഡിവിജ്വലായിട്ടാണ്. ഞാൻ എന്നെപ്പോലെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ അവിടെ പോയിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് നമ്മളുടെ മൊഴികൾ. എന്താ പറയുക, ഹർജിക്ക് പോയത് ബിക്കോസ് ഇറ്റ് ഈസ് ഇൻ മൈ പേഴ്സണൽ കോൺടാക്ട്സ്. ബിക്കോസ് ഞാൻ അവിടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സോ ഇറ്റ് ഷുഡൻ ഇൻവേറ്റ് മൈ പ്രിവസി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി. ബാക്കി അത്രയേ ഉള്ളൂ. അതിനെ ചെറുക്കുകയാണെങ്കിൽ അവർ ഫീൽഡ് ഔട്ട് ആവുന്നു, ഒരുപക്ഷെ അവരുടെ ലൈഫ് പോലും ത്രട്ടണിങ് ആവുന്നു എന്നാണ് ടോട്ടൽ റിപ്പോർട്ടിൽ പറയുന്നത്. അത്ര വലിയ വിവേചനം സ്ത്രീകൾ ഈ പറയുന്ന മേഖലയിൽ നേരിടുന്നു എന്നാണ് എല്ലാവരുടെ കൂടി ഈ കമ്മിറ്റിയുടെ ടോട്ടലായിട്ടുള്ള കണ്ടെത്തൽ. അത് ശരി തന്നെ ഇല്ലല്ലോ, ഞങ്ങളുടെ ഗ്രീവൻസസ് പറയാൻ ഒരു സെല്ലില്ല, ഇപ്പോഴും ഒരു പ്രോപ്പർ സെല്ലില്ല. ഈവൻ ICC പോയാലും